മലയാളികൾക്ക് നാണക്കേടായി ഒരു മലയാളി കൂടി കുട്ടിപീഡനത്തിന്റെ പേരിൽ യുകെയിൽ അറസ്റ്റിൽ. നമസ്കാരം. ഈ മാസം ആദ്യം ന്യൂട്ടനിൽ കുട്ടിപീഡകരെ തേടുന്ന മാതാപിതാക്കളുടെ വളണ്ടിയർ ഗ്രൂപ്പായ പ്രൊട്ടക്ടിംഗ് പോംപീസ് ഇന്നസെന്റ് എന്ന നിഴൽ സംഘത്തിന്റെ പിടിയിലായ ഫോൺ കെണി കേസ് പ്രതി രാജേഷ് ആന്റണിയെ കാണുവാനില്ലെന്ന് പരാതി. എന്നാൽ IT വിദഗ്ധനായ രാജേഷ് ആന്റണി മലയാളിയാണോ എന്ന് ഉറപ്പുവരാത്ത സാഹചര്യത്തിൽ ബ്രിട്ടീഷ് മലയാളി വാർത്ത അവഗണിക്കുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി എന്ന വ്യാജേന സന്ദേശമയച്ചു കുടുക്കിയ ഓൺലൈൻ ഗ്രൂപ്പിന്റെ പോസ്റ്റിലേക്ക് മലയാളികൾ തന്നെ രാജേഷ് ആന്റണിക്ക് എന്ത് സംഭവിച്ചെന്ന ചോദ്യത്തിന് അന്വേഷണം പുരോഗമിക്കുന്നു എന്ന മറുപടി മാത്രമാണ് നൽകിയത്. സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതോടെ ലൂട്ടൺ ടൗണിൽ നിന്നും 5 മൈൽ ദൂരെ ഡാൻസ്റ്റബിൾ എന്ന സ്ഥലത്ത് താമസിക്കുന്ന മലയാളിയെക്കുറിച്ച് ബ്രിട്ടീഷ് മലയാളി ലൂട്ടണിൽ അന്വേഷിച്ചെങ്കിലും കാര്യമായ വിവരങ്ങൾ ലഭിച്ചില്ല. ലൂട്ടണിലെ മലയാളി സമൂഹവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരുന്നെങ്കിലും ഇയാൾ മലയാളി തന്നെയാണെന്ന സൂചനകൾ ഇയാളെ ചോദ്യം ചെയ്യുന്ന വീഡിയോയിൽ ഉണ്ട്. ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നിന്നും ഇയാൾ IT മേഖലയിൽ നിരവധി വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വ്യക്തിയെന്ന സൂചന ലഭിക്കുന്നു. 14 വയസ്സുള്ള പെൺകുട്ടിയോട് എന്ന നിലയിൽ വ്യാജ പേരിലാണ് ഇയാൾ ലൈംഗിക കാര്യങ്ങൾ സംസാരിച്ചിരുന്നതെന്നും ഇയാളെ നിയമത്തിന് മുന്നിൽ എത്തിച്ച നിഴൽ ഗ്രൂപ്പ് വെളിപ്പെടുത്തുന്നു. ഇതിനിടെ ഇയാളെ പ്രൊട്ടക്ടിംഗ് പോംപീസ് പ്രവർത്തകർ ചോദ്യം ചെയ്യുമ്പോൾ ഭാര്യ നടത്തുന്ന ദയനീയ അപേക്ഷ അടങ്ങിയ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. കുടുംബത്തിന്റെ വരുമാന മാർഗം മാത്രമായിരുന്ന രാജേഷ് ആന്റണി ആയതിനാൽ തന്നെ ഇയാളുടെ കുടുംബത്തിന്റെ യുകെയിലെ തുടർഭാവിയും ചോദ്യചിഹ്നമാവുകയാണ്. മുൻ വർഷങ്ങളിൽ യൂണിവേഴ്സിറ്റി പഠനത്തിന് എത്തുന്ന ചെറുപ്പക്കാരാണ് ഇത്തരം ഒളിക്യാമറക്കാരുടെ കണിയിൽ പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ മധ്യവയസ്സിലേക്ക് നീങ്ങിയ ഒരാൾ പിടിയിലായത് അവിശ്വസനീയമായി മാറുകയാണ്. മലയാളി വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ യുകെയിലെത്തിയ 2022 ഏറ്റവും കൂടുതൽ ഫോൺ കെണി കേസുകൾ മലയാളികൾക്കിടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 2022 മാർച്ചിൽ ഫോൺ കെണിയിൽ കുടുങ്ങിയ സഞ്ജയ് എന്ന മലയാളി യുവാവ് പിന്നീട് സോഷ്യൽ മീഡിയയിലെത്തി മാധ്യമങ്ങൾക്കെതിരെ വലിയ നിയമപോരാട്ടം ഉണ്ടാക്കുമെന്ന വെല്ലുവിളി നടത്തിയിരുന്നു. 2 വർഷം മുമ്പ് കേറ്ററിംഗ് കടയിൽ എത്തിയ കൗമാരക്കാരിക്ക് മിഠായികൾ സൗജന്യമായി നൽകി വശത്താക്കിയ തമിഴ് വംശജനായ ഷിബിൻ ശാന്തകൂറിന് 11 വർഷത്തെ ജയിൽവാസമാണ് UK കോടതി വിധിച്ചത്. ഇയാൾക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു എന്നത് കോടതി ഗൗരവത്തിലെടുത്തിരുന്നുവെങ്കിലും ശിക്ഷയിൽ ഇളവുണ്ടായില്ല. കടയിലെത്തിയ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച് വിശ്വാസം പിടിച്ചുപറ്റിയ ശേഷം ലൈംഗിക പീഡനം നടത്തുന്ന രീതിയാണ് ഷിബിൻ അന്ന് അവലംബിച്ചത്. 45-കാരനായ ഷിബിൻ കുട്ടിക്ക് കൂടുതൽ ചോക്ലേറ്റും പണവും മടക്കി നൽകുന്ന രീതി അവലംബിക്കുകയായിരുന്നു. 2020 ജൂൺ മുതൽ ഇയാൾ പെൺകുട്ടിയെ വശീകരണത്തിന് ഉപയോഗിച്ചതായി നോർത്ത്ഹാംപ്റ്റൺ പോലീസ് കോടതിയിൽ വ്യക്തമാക്കുകയായിരുന്നു. പെൺകുട്ടിയെ കടയിലും തന്റെ താമസ സ്ഥലത്തും ഇയാൾ പലവട്ടം പീഡിപ്പിച്ചതിന് ഉപയോഗിച്ചതിനുമെതിരെയാണ് കേസ്. പക്ഷേ വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചു എന്ന ആരോപണം ഇയാൾ തുടർച്ചയായി നിഷേധിക്കുകയായിരുന്നു. 2022 ആഗസ്റ്റിൽ 4 ദിവസത്തെ തുടർച്ചയായ വിചാരണയ്ക്കൊടുവിൽ സെപ്റ്റംബറിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും തുടർന്ന് ശിക്ഷ വിധിക്കുകയുമായിരുന്നു. ഏകദേശം 6 മാസക്കാലമാണ് ഇയാൾക്ക് പെൺകുട്ടിയുമായി സമ്പർക്കത്തിലേർപ്പെടാൻ സാധിച്ചതെന്നും പോലീസ് കണ്ടെത്തി. 2020 നവംബറിലാണ് കേസ് ചാർജ് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ചുരുങ്ങിയത് 10ഓളം മലയാളികളാണ് ഇത്തരത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ സ്വീഡനിൽ പിടിയിലായ വിവേക് നായർ എന്ന 23-കാരൻ്റെ വീഡിയോയും ഇപ്പോൾ രാജേഷ് ആന്റണി പിടിയിലായതിന് പിന്നാലെ പുതിയ സംഭവം എന്ന പേരിൽ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം സോമസെറ്റിലെ ടോണ്ടനിൽ ജൂലൈ 13 ഇത്തരത്തിൽ മറ്റൊരു മലയാളി പിടിയിലായിരുന്നു. ഇയാൾക്ക് ഭാര്യയും കുഞ്ഞുമുള്ള വ്യക്തിയായിരുന്നു. ഇയാളാകട്ടെ മുൻപ് നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്യുമ്പോൾ കഞ്ചാവ് ഉപയോഗത്തിന് ജോലി നഷ്ടപ്പെട്ട ആളാണെന്നും പ്രാദേശികമായി ആക്ഷേപമുയർന്നിരുന്നു. കെണിയിൽ കുടുങ്ങിയ യുവാവ് ഏറെ നേരം കൊടുക്കാനെത്തിയ സ്ത്രീകളുമായി തർക്കിക്കുന്നത് ഇവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ദൃശ്യമാണ്. തൻ്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്ത് ശബ്ദാനുകരണം നടത്തിയതാകാം എന്നൊക്കെ ഇയാൾ തർക്കിക്കുന്നുണ്ട്. എന്നാൽ വാഹനം ഓടിക്കുമ്പോൾ പോലും ശബ്ദ സന്ദേശം അയച്ചത് തങ്ങൾക്ക് ലഭിച്ചതായാണ് സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയ UK ഡാറ്റാബേസ് എന്ന സംഘത്തിലെ സ്ത്രീകൾ വ്യക്തമാക്കുന്നത്. ഇവർ റെക്കോർഡ് ചെയ്ത വീഡിയോ ഇതിനകം 1,00,000-ലധികം ആളുകളാണ് കണ്ടുകഴിഞ്ഞത്. 2 വർഷം മുമ്പ് കോടതി താക്കീത് നൽകി വിട്ടയച്ച മലയാളി കുട്ടിപീഡകൻ വീണ്ടും സമൂഹത്തിൽ വിലസാൻ തുടങ്ങിയപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്ത വീഡിയോ കഴിഞ്ഞ വർഷം ജനുവരിയിൽ മലയാളികളിൽ ആരോ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയിരുന്നു. കുട്ടിയായി പെരുമാറിയ ഫോൺ കെണിയിൽ ഇയാൾ ഒരാഴ്ചയോളം ചെലവിടാൻ ഹോട്ടൽ മുറി ബുക്ക് ചെയ്യാൻ ഒരുക്കം നടത്തുന്നതിനിടയിലാണ് പിടിയിലായത്. എന്നാൽ ഈ കേസ് കോടതിയിലെത്തിയപ്പോൾ ഹോട്ടൽ മുറിയിൽ കുട്ടിയെ എത്തിച്ചിട്ടില്ലെന്ന വാദമുയർത്തിയാണ് ശിക്ഷയിൽ നിന്നും മലയാളി യുവാവ് രക്ഷപ്പെട്ടത്. ബിവി എന്ന മലയാളി യുവാവ് മാഞ്ചസ്റ്റർ NHSൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഇയാൾ ഗൾഫിൽ നിന്നുമാണ് ഭാര്യയ്ക്കൊപ്പം ജീവിതം തേടി UKയിലെത്തുന്നത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 8 കോടതി ഇയാളെ നല്ല നടപ്പിന് ശിക്ഷിച്ചിരുന്നു. ചെറുപ്പക്കാർ കൂടുതൽ സജീവമായ സ്കൗട്ട് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നുമാണ് ഇയാൾ കുടുങ്ങിയത്. എന്നാൽ ഇത്തരം സ്റ്റിംഗ് ഓപ്പറേഷനുകളിൽ യഥാർത്ഥത്തിൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ക്രിമിനൽ വക്കീലന്മാർ വളരെ കുറഞ്ഞ ശിക്ഷയോടെ പ്രതികളെ രക്ഷിച്ചെടുക്കാറുണ്ട്. ഇത്തരം കേസുകൾ നിയമത്തിൽ കൂടുതൽ കൃതജ്ഞതയോടെ വിലയിരുത്തണമെന്ന് പാർലമെന്റിൽ പോലും ആവശ്യമുയർന്നിരുന്നു. മുൻകാലങ്ങളിൽ കനത്ത ശിക്ഷ ലഭിച്ചിരുന്ന ഇത്തരം കേസുകളിൽ ഇപ്പോൾ കുറഞ്ഞ ശിക്ഷയാണ് മിക്ക കോടതികളും നൽകുന്നതെന്നിരിക്കെ കൂടുതൽ ശക്തമായ നിയമ തർക്കത്തിലേക്കും ഇത്തരം കേസുകൾ എത്തിപ്പെടുന്നുണ്ട്.
ഒരു ഘട്ടത്തിൽ കുട്ടിപ്പീഡകരെ എന്ന് വിശേഷിപ്പിച്ച് പൊതുമധ്യത്തിൽ നടത്തുന്ന കുറ്റവിചാരണ മനുഷ്യാവകാശ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കേസ് സുപ്രീംകോടതി വരെ എത്തിയപ്പോൾ പ്രതികൾ നടത്തുന്ന കുറ്റകൃത്യത്തിന്റെ സ്വഭാവം പരിഗണിച്ച് കുട്ടികളുടെ മനുഷ്യാവകാശത്തേക്കാൾ വലുതല്ല കുട്ടിപ്പീഡകരായവരുടെ മനുഷ്യാവകാശമെന്നാണ് സുപ്രീംകോടതി റൂളിംഗ് നടത്തിയത്.